بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. വചനം 1. യുസബ്ബിഹു ലില്ലാഹി, അല്ലാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നു. മാ ഫിസ്സമാവാത്തി, ആകാശങ്ങളിലുള്ളവ, വമാ ഫിൽ അർളി, ഭൂമിയിലുള്ളവയും, അൽ മലിക്കി, രാജാവായ, അൽ ഖുദ്ദൂസ്, മഹാപരിശുദ്ധനായ, അൽ അസീസി, പ്രതാപശാലിയായ, അൽ ഹക്കീം, അഗാധജ്ഞനായ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്തു വരുന്നു. രാജാധിപതിയും മഹാപരിശുദ്ധനും പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവനായ അള്ളാഹുവിന്. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. വചനം 2. ഹുവല്ലദി, അവൻ യാതൊരുവനത്രേ, ബഅസ ഫിൽ ഉമ്മിയീൻ, അക്ഷരജ്ഞാനമില്ലാത്തവരിൽ നിയോഗിച്ച, അയച്ച, എഴുന്നേൽപ്പിച്ച, റസൂലം മിൻഹും, അവരിൽ നിന്നൊരു റസൂലിനെ, യത്ലു അലൈഹിം, അവർക്ക് ഓതിക്കൊടുക്കുന്ന, അദ്ദേഹം ഓതിക്കൊടുക്കും, ആയാതിഹി, അവന്റെ ആയത്തുകളെ, ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ആന്തരശുദ്ധി വരുത്തുകയും, വയുഅല്ലിമുഹും, അവർക്ക് പഠിപ്പിക്കുകയും, അൽ കിതാബ, വേദഗ്രന്ഥം, വൽ ഹിക്മ, വിജ്ഞാനവും, വ ഇൻകാനു, നിശ്ചയമായും അവർ ആയിരുന്നു, മിൻ ഖബ്ലി, മുമ്പ്, ലഫി ളലാലിൻ, വഴിപിഴവിൽ തന്നെ, മുബീൻ, സ്പഷ്ടമായി. അക്ഷരജ്ഞാനമില്ലാത്തവരിൽ അവരിൽ നിന്നു തന്നെ ഒരു റസൂലിനെ നിയോഗിച്ചവനത്രേ അവൻ. അവർക്കു തന്റെ ആയത്തുകൾ, ലക്ഷ്യങ്ങൾ അദ്ദേഹം ഓതിക്കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ നിശ്ചയമായും അവർ അതിനു മുമ്പ് സ്പഷ്ടമായ വഴിപിഴവിൽ തന്നെയായിരുന്നു. وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. വചനം 3. വആഖരീന, വേറെ ആളുകൾക്കും പഠിപ്പിക്കുവാൻ, മറ്റുള്ളവരിലും നിയോഗിച്ച, മിൻഹും, അവരിൽ നിന്ന്, ലമ്മാ യൽഹഖു, അവർ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, ബിഹിം, അവരുമായി, ഇവരുമായി, വഹുവൽ അസീസു, അവൻ പ്രതാപശാലിയത്രേ, അൽ ഹക്കീം, അഗാധജ്ഞനായ, യുക്തിമാനായ. മാത്രമല്ല അവരിൽ നിന്നുള്ള വേറെ ആളുകൾക്കും അവർ ഇവരുമായി എത്തിച്ചേർന്നു കഴിഞ്ഞിട്ടില്ല, വന്നു ചേരുന്നേയുള്ളൂ. പ്രതാപശാലിയും അഗാധജ്ഞനുമായുള്ളവനത്രേ അവൻ. ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. വചനം 4. ذلك, അത്,
ഫദ്ലുല്ലാഹി അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, ദയവാണ്. യുഅ്തീഹി അവനതു നൽകുന്നു. മൻ യശാ താൻ ഉദ്ദേശിക്കുന്നവർക്ക്. വല്ലാഹു അല്ലാഹു ദുൽ ഫദ്ലി അനുഗ്രഹശാലിയാണ്, ദയവുള്ളവനാണ്. അൽ അലീം വമ്പിച്ച. അതു അള്ളാഹുവിന്റെ അനുഗ്രഹമാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനതു നൽകുന്നു. അള്ളാഹുവാകട്ടെ വമ്പിച്ച അനുഗ്രഹശാലിയുമാണ്. 1 മുതൽ 4 വരെ വചനങ്ങളുടെ വിശദീകരണം. ഉമ്മിയീൻ എന്ന വാക്കിന് എഴുത്തും വായനയും അറിയാത്തവർ എന്ന് അർത്ഥം. ഇതിന്റെ ഏകവചനം ഉമ്മിയ്യ് എന്നത്രേ. അറബികളിൽ അല്പം ചില വ്യക്തികൾ എഴുത്തും വായനയും അറിയുന്നവർ ഉണ്ടായിരുന്നുവെങ്കിലും പൊതുവിൽ അവർ ഉമ്മിയ്യുകളായിരുന്നു. വേദഗ്രന്ഥങ്ങളുമായി പരിചയമില്ലാത്തതായിരുന്നു ഇതിന് ഒരു പ്രധാന കാരണം. അതുകൊണ്ട് വേദക്കാരല്ലാത്തവർ എന്ന ഉദ്ദേശത്തിലും ഈ വാക്ക് ഉപയോഗിക്കപ്പെടാറുണ്ട്. അക്ഷരജ്ഞാനമില്ലാത്തവരിൽ അവരിൽ നിന്നു തന്നെ ഒരു റസൂലിനെ നിയോഗിച്ചു എന്ന് പറഞ്ഞതിൽ ഒന്നിലധികം സൂചനകൾ അടങ്ങിയിരിക്കുന്നു. ഉദാഹരണമായി, 1. അവരിൽപ്പെട്ട ഒരാളാകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി അവർക്ക് വേണ്ടത്ര പരിചയമുണ്ട്. അദ്ദേഹവുമായി ഇടപഴകുന്നതിനും സമ്പർക്കം പുലർത്തുന്നതിനും തെറ്റിദ്ധരിക്കാതിരിക്കുന്നതിനും ഇതവർക്ക് കൂടുതൽ സൗകര്യമാണ്. 2. അദ്ദേഹം ഇസ്രായേല്യരിൽ നിന്നോ മറ്റേതെങ്കിലും ജനതയിൽ നിന്നോ അല്ലാതെ സ്വന്തം ജനതയിൽ നിന്നുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ നിയോഗം അവർക്ക് കൂടുതൽ അഭിമാനത്തിനും ശ്രേഷ്ഠതയ്ക്കും കാരണമാണ്. 3. അദ്ദേഹവും അവരെപ്പോലെ അക്ഷരജ്ഞാനമില്ലാത്ത ആളായിരിക്കെ അദ്ദേഹം കൊണ്ടുവന്ന മഹത്തായ സന്ദേശങ്ങളും വേദഗ്രന്ഥവും അദ്ദേഹത്തിന്റെ സ്വന്തം കൃതിയായിരിക്കുവാൻ തരമില്ല എന്നിങ്ങനെ പലതും. ബഅസഫിൽ ഉമ്മിയീൻ അഥവാ ഉമ്മിയുകളിൽ നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപ്പര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അറബികൾക്ക് മാത്രമുള്ള റസൂലായി അയച്ചുവെന്നാണെന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾ ചിലപ്പോൾ വാദിക്കാറുണ്ട്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ജനതക്കുമുള്ള റസൂലാണെന്നതിന് മറ്റൊരു തെളിവും ഇല്ലെങ്കിൽ പോലും ഈ വാക്കിന്റെ അർത്ഥം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ഇടയിലാണ് വെളിപ്പെട്ടത് എന്നാണതിന്റെ ഉദ്ദേശ്യം. അല്ലായിരുന്നുവെങ്കിൽ ഇലൽ ഉമ്മിയീൻ ഉമ്മിയുകളിലേക്ക് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യർക്ക് ആകമാനമുള്ള റസൂലാണെന്ന് ഖുർആൻ വ്യക്തമായും ആവർത്തിച്ചും പറഞ്ഞിട്ടുള്ളതാണ് താനും. സൂറത്തു അഅറാഫ് 158, സബഅ 28 മുതലായവ നോക്കുക. വേണ്ട, ഇവിടെ തന്നെ വആഖരീന മിൻഹും ലമ്മ യൽഹഖു ബിഹിം എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. ഇതുവരെയും അവരോടൊപ്പം വന്നു ചേർന്നിട്ടില്ലാത്തവരും ഭാവിയിൽ വരാനിരിക്കുന്നവരുമായ മറ്റാവർക്കും ബാധകമാണ് അദ്ദേഹത്തിന്റെ ദൗത്യവും അധ്യാപനങ്ങളും എന്നാണ് ഈ വാക്ക് കാണിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം നബി കഅബ കെട്ടിടം ഉയർത്തിയ ശേഷം പല പ്രാർത്ഥനകളും ചെയ്ത കൂട്ടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. സാരം: ഞങ്ങളുടെ റബ്ബേ, ഇവർക്ക് നിന്റെ ലക്ഷ്യങ്ങൾ ഓതിക്കൊടുക്കുകയും വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുകയും ഇവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു റസൂലിനെ ഇവരിൽ നീ നിയോഗിക്കുകയും വേണമേ. നീ തന്നെയാണല്ലോ അഗാജ്ഞനായ പ്രതാപശാലി. സൂറത്തുൽ ബഖറ വചനം 129. ഈ പ്രാർത്ഥനയിൽ കാണുന്ന അതേ വിശേഷണങ്ങൾ തന്നെയാണ് അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൗത്യലക്ഷ്യങ്ങളായി ഇവിടെയും ഉദ്ധരിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം നബിയുടെ ആ പ്രാർത്ഥനാ ഫലത്തിന്റെ പുലർച്ച കൂടിയാണ് തിരുമേനിയുടെ നിയോഗം. അന ദഅവത്തു അബി ഇബ്രാഹിം അഥവാ ഞാൻ എൻ്റെ പിതാവ് ഇബ്രാഹീമിന്റെ പ്രാർത്ഥനയാണ് എന്ന് അവിടുന്ന് പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ഇസ്ഹാഖ് വഗൈരി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ വചനങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതെ, അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ, ലക്ഷ്യദൃഷ്ടാന്തങ്ങൾ, തിരുവചനങ്ങൾ ആദിയായവ ജനങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുക, മാനസികവും ധാർമ്മികവുമായ വശങ്ങളിൽ അവരെ സംസ്കാരസമ്പന്നരാക്കുക, വേദഗ്രന്ഥമാകുന്ന ഖുർആൻ പഠിപ്പിക്കുക, അതിന്റെ അധ്യാപനങ്ങളും സിദ്ധാന്തങ്ങളും പ്രാവർത്തികമാക്കുവാൻ ആവശ്യമായ വിജ്ഞാനങ്ങൾ ഗ്രഹിപ്പിക്കുക. ഇവയാണ് നുബുവ്വത്തും റിസാലത്തും അഥവാ പ്രവാചകത്വവും ദിവ്യ ദൗത്യവും അള്ളാഹു നൽകുന്ന അനുഗ്രഹം മാത്രമാണ്. അത് മനുഷ്യന്റെ അർഹത കൊണ്ടോ മറ്റോ സിദ്ധിക്കുന്ന സ്ഥാനമല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ സ്ഥാനം നൽകുന്നു.
അവൻ ഉദ്ദേശിച്ചവരിൽ നിന്ന് മാത്രം അവരെ നിയോഗിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് 4-ാം വചനത്തിലെ സൂചനകൾ. അറബികളാകുന്ന ഉമ്മിയുകൾ വളരെയധികം വഴിപിഴച്ച ജനതയാണെങ്കിലും പ്രവാചകത്വത്തിന്റെയും വേദഗ്രന്ഥത്തിന്റെയും കുത്തകാവകാശം വാദിച്ചുകൊണ്ടിരുന്ന വേദക്കാരെക്കാൾ ഈ ദൗത്യം ഏറ്റെടുത്തു നടത്തുവാൻ നല്ലത് അവരാണെന്ന് അള്ളാഹുവിനറിയാമെന്നും വേദക്കാർ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ കൊള്ളാത്തവിധം ദുഷിച്ചുപോയിരിക്കുന്നുവെന്നും അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത വചനങ്ങൾ നോക്കുക.